ഇതാണ് ആ പോപ്പുലർ പ്ലേസ് ഇൻ വിയറ്റ്നാം, ഹാലോങ് ബേ. ഹാനോയിൽ നിന്നുകൊണ്ട് നമുക്ക് ഡേ ടൂർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലേസ്. ടോട്ടൽ വിയറ്റ്നാം യാത്രയിലെ ഒരു കിറ്റ്ലോസ്കി വൈബ് സ്ഥലമാണ് ഹാലോങ് ബേയും ഇവിടെയുള്ള ഡേ ക്രൂസും. ഇനി നമ്മൾ നൈറ്റ് ക്രൂസ് എടുക്കുകയാണെങ്കിൽ അതും അടിപൊളിയാണ്. വർത്ത് വിസിറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പെർഫെക്റ്റ്ലി ഒരു വേഴ്സറ്റൈൽ ഫേസ്. 1.2 മില്യൺ വിയറ്റ്നാം ഡോങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നാട്ടിലേക്ക് കൂട്ടുകയാണെങ്കിൽ ഒരു 5000 രൂപ വിത്ത് ഫുഡാണ്. ഫുഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെൽക്കം ഡ്രിങ്ക്സ്, സ്നാക്സ്, ലഞ്ച്, വൈന്, ഈവനിങ് സ്നാക്സ്, ഫ്രൂട്ട്സ്, പിന്നെ അടിപൊളിയായിട്ടുള്ള കയാക്കിങ്ങും ബീച്ച് വിസിറ്റും. ടോട്ടൽ ഒരു കണ്ണഞ്ചിപ്പിക്കുന്ന അത്ഭുത കാഴ്ചകളുടെ ഒരു കിഡ്ഡിലൻ ഇവൻറ്റ്. ബീച്ചിനൊരു പ്രത്യേകത ഉണ്ട്. സെൻട്രൽ സീക്ക് നടുവിലാണ്, അതെ, നടുക്കടലിൻ്റെ മധ്യത്തിൽ. ഈ ബീച്ചിൽ നമ്മൾ ഇറങ്ങിയിട്ട് സൺബാത്ത് ചെയ്യാം, സീ ബാത്ത് ചെയ്യാം. പിന്നെ ദേ ഈ മലക്ക മുകളിൽ ഹൈക്ക് ചെയ്തിട്ട് നമുക്ക് കയറാൻ പറ്റും. ഇതിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു അടിപൊളി കുഴപ്പമില്ലാത്തൊരു കിഡിലൻ കാഴ്ചയാണ്. ഒരുപാട് നൈറ്റ് ആൻഡ് ഡേ ക്രൂസുകൾ ഹാൾട്ട് ചെയ്യുന്നതും അവിടെ പാർട്ടി ചെയ്യുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ മുകളിൽ നിന്ന്. അപ്പോൾ വിയറ്റ്നാം യാത്രയിൽ ഹാലോങ് ബേയും ഈ ഒരു ഡേ ക്രൂസും നിങ്ങൾ ഐറ്റിനറിലി മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. എന്തായാലും വർത്ത് വിസിറ്റ് ആയിരിക്കും. ഇവിടുത്തെ കയാക്കിങ് വേറെ ലെവലാണ്, അടിപൊളിയാണ്. അതെന്തായാലും മസ്റ്റ് എക്സ്പ്ലോർ ചെയ്യേണ്ട സാധനമാണ്. എന്തായാലും നമ്മൾ ഡേ ക്രൂസ് എടുക്കുമ്പോൾ അത് നമുക്ക് കോംപ്ലിമെൻറ്റ് കിട്ടുന്നതാണ്. പിന്നെ ക്രൂസിലുള്ള സ്വിമ്മിംഗ് പൂള്, ഫോട്ടോഷൂട്ട്, പിക്നിക് സ്പോട്ടുകൾ എല്ലാം കിഡിലാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഹാലോങ് ബേൻ്റെ ടൂർ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന സാധനങ്ങളുണ്ടോ. അപ്പോൾ എന്തായാലും വിയറ്റ്നാം യാത്രയിൽ ഇത്തരം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വർത്ത് വിസിറ്റ് ആയിരിക്കും.